സംസ്ഥാന നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ ഇപ്പോൾ അവരുടെ അകത്തെ ചർച്ചകളിലാണ്. ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. നേതാക്കൾ ഭരണത്തുടർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുന്നു. LDF CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മറ്റന്നാൾ ചേർന്ന് തെരഞ്ഞെടുപ്പ് വിലയിരുത്തും. LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണത്തിലേക്ക്. മണ്ഡലത്തിൽ വ്യാപകമായ വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് LDF ഗവൺമെൻറ് പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട്. നമ്മൾ ഈ വോട്ടർമാർ വോട്ട് ചെയ്യാത്തവരെ കുറിച്ച് പരിശോധിച്ചപ്പം ഗൾഫ് വോട്ടർമാരാണ് പൊതുവെ കുറവ്, പോളിംഗിൽ കുറവ് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനേക്കാളും പേഴ്സൻറ്റേജ് ഉയരുമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ UDF തരംഗമുണ്ടാകുമെന്നാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് അവകാശവാദം. 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് ഉണ്ടാകുമെന്നും VD സതീശൻ പറയുന്നു. ഞാൻ കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടയിൽ കണ്ട UDF പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. ഉറപ്പായിട്ട് സംസ്ഥാനത്തൊട്ടാകെ UDF തരംഗമുണ്ട്. 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പാണ് എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. 43 സീറ്റ് അവിടെ അത്രയും നല്ല പൊളിറ്റിക്കലായിട്ടുള്ള ബേസും സോഷ്യൽ ഇതും പിന്നെ ഇലക്ഷൻ വർക്കും ഒക്കെ ഞങ്ങൾ നന്നായി നടത്തി. ഞങ്ങൾ ടാർഗറ്റ് ചെയ്താണ് ഈ 5 ജില്ല. അമിതമായ പ്രചരണം അത് സർക്കാരിൻ്റെ കാശ് കൊണ്ടാണ് നടത്തിയതെന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് മുഴുവനുണ്ട്. സർക്കാരിൻ്റെ പണമാണ് ഉപയോഗിച്ചത്. 6 മാസമായില്ല തുടങ്ങിയത്. നമ്മുടെ പൈസയാണ്, നമ്മുടെ നികുതി പണമാണ്. ഇതുപോലെ മെഷീനറി മിസ്യൂസ് ചെയ്ത ഒരു കാലം കേരളത്തിലുണ്ടായിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലെ നിർണായക തെരഞ്ഞെടുപ്പ് ആയി മാറുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങളുടെ പ്രതികരണത്തിൽ ആത്മവിശ്വാസമുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ആദ്യം മുതൽ പറഞ്ഞത് ഈ ഇലക്ഷൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഇലക്ഷനായിട്ട് മാറും, അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും എൻ്റെ ഒരു ആത്മവിശ്വാസവും. അത് അദ്ദേഹമല്ലേ പറഞ്ഞത്, അദ്ദേഹത്തോട് ചോദിക്കൂ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവെല്ലാം ഇത് നോക്കൂ. വിഡ്ഢിത്തരല്ലേ, പൊട്ടത്തരല്ലേ. ഒരു വിവാദത്തിൽപ്പെടാൻ എനിക്ക് പറയാനും ഒരു ആഗ്രഹമില്ല, താല്പര്യമില്ല. പറയുന്ന ആൾക്കാർ പറയട്ടെ. അങ്ങനെ തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോലീസിനോട് പറയാം, ഇലക്ഷൻ കമ്മീഷനോട് പറയാം. ശ്രീത്ത് വിവരങ്ങളുമായി ചെയ്തു. ശ്രീത്ത്, SIR ഇമ്പാക്റ്റ് ഉറപ്പായും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ 2,71,986 വോട്ടർമാരിൽ 78 ഇപ്പോൾ പുറത്തു വന്ന ശതമാനക്കണക്ക് നോക്കിയാൽ തന്നെ ഇറ്റ്സ് എ ഹ്യൂജ് മാസീവ് ടേൺ ഔട്ടാണ് വോട്ടർമാരുടെ എണ്ണം. അത് എന്തായാലും 2021 വോട്ടർമാരുടെ എണ്ണത്തിൽ ബഹുദൂരം മുന്നിൽ വോട്ടുകളുടെ എണ്ണം പോയിട്ടുണ്ട്. അതുമാത്രമല്ല, രാവിലെ മുതൽ ഉച്ചവരെയൊക്കെ പോളിംഗ് ബൂത്തുകൾ നിറഞ്ഞ് കാത്തുനിന്ന് കഷ്ടപ്പാട് സഹിച്ച് വോട്ട് ചെയ്യുന്ന വോട്ടർമാരെ നമ്മൾ കണ്ടു. തീരുമാനിച്ചിറങ്ങി ആഞ്ഞു കുത്തിയതാണ് എന്തോ ഒരു തീരുമാനത്തിന്. ആ തീരുമാനം ഒന്നുകിൽ ഭരണ മാറ്റമാകാം, അല്ലെങ്കിൽ ഭരണ തുടർച്ചയാകാം. ക്യാമ്പുകളുടെ പ്രതീക്ഷ, കണക്കുകൂട്ടൽ എങ്ങനെയാണ് ശ്രീജിത്ത്? ഹാഷ്മി, 1987 ശേഷം കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പോളിംഗ് നിരക്കിനാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 78.27% ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന പോളിംഗ് കണക്ക്. ഒരുപക്ഷെ അന്തിമ ടാബുലേഷൻ വരുമ്പോൾ അല്പം കൂടി പോളിംഗ് ശതമാനം ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഇതുവരെയും അന്തിമമായിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഉയർന്ന പോളിംഗ് ശതമാനം ആരെ തുണയ്ക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വളരെ സജീവമാണ്. മുൻപ് കാലത്ത്, അതായത് 2006 മുമ്പുള്ള കാലത്ത് ഈ ഉയർന്ന പോളിംഗ് ശതമാനം UDFിനെയും പോളിംഗ് ശതമാനം താഴ്ന്നാൽ അത് LDFന് ഗുണകരമാകും എന്ന തരത്തിലുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരത്തിലുള്ള പോസ്റ്റ് പോൾ കണക്കുകൾ അപ്പടി തെറ്റുന്നതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കക്ഷിക്ക് ഭൂരിപക്ഷം ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊന്നും കാര്യമായ പ്രവചനം ഈ ഘട്ടത്തിൽ നടത്തുക അസാധ്യമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ മുന്നണി നേതൃത്വങ്ങൾ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണിയാണെങ്കിലും നല്ല ആത്മവിശ്വാസത്തിലാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾ 100 സീറ്റിനോട് അടുപ്പിച്ചെത്തുന്ന ഒരു വിജയം ഉണ്ടാകും തങ്ങൾക്ക് എന്ന് ഉറച്ചു പ്രതീക്ഷിക്കുന്നു. എന്നാൽ LDF ക്യാമ്പിലും ആത്മവിശ്വാസം ഒട്ടും കുറവില്ല. LDF ക്യാമ്പ് 80-നപ്പുറം സീറ്റ് നേടി ഭരണ തുടർച്ചയുണ്ടാകും, ഹാട്രിക് ഭരണം എന്നുള്ള ഒരു ഐതിഹാസികമായ നേട്ടം കൈവരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. CPIMന്റെ സെക്രട്ടേറിയറ്റ് യോഗം ശനിയാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അത് മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ട് കണക്കും മറ്റും വിലയിരുത്തി ഉള്ള വിജയസാധ്യത അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് ചേരുന്നത്. ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഒരു അവലോകനവും പ്രാഥമിക അവലോകനവും ഈ യോഗത്തിൽ നടക്കും. മെയ് 4 വരെ ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യം
പറയുമെന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള വിജയ സാധ്യത കണക്കിനെയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിലും ഈ കേരളത്തിൽ ഒരു ഏതെങ്കിലും ഒരു കക്ഷിക്ക് അനുകൂലമായ ഒരു തരംഗം പ്രകടമായിട്ടുണ്ട് എന്നെല്ലാവരും പറയുന്നത്. നേരത്തെ ആഷ്മി തുടക്കത്തിൽ സൂചിപ്പിച്ചുപോലെ അത് ഭരണ തുടർച്ചയ്ക്കോ അല്ലെങ്കിൽ ഭരണമാറ്റത്തിനോ എന്നാണ് അറിയേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.